4 കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ മാറ്റം വരുന്നതും നഷ്ടപ്പെടുന്നതുമാണ്. 2 കാര്യങ്ങൾ വലിയ വലിയ അപകടങ്ങളുമാണ്. റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥിക്കുക, റബ്ബിൻ്റെ പരിഗണന ഉണ്ടാകും. ഞാൻ ഒതിവച്ച ആയത്തതാണ്, സൂറത്ത് ഫുർഖാൻ്റെ അവസാനത്തെ ആയത്ത്. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളെ ദുആ ഇല്ല എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെങ്ങനെ പരിഗണിക്കാനാണ്. അപ്പോൾ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് അത് പരിഗണിക്കും. 4 കാര്യങ്ങൾ. 1, നിഅമത്ത് നീങ്ങിപ്പോവുക. അള്ളാഹു തന്ന ഒരുപാട് നിഅമത്തുകളുണ്ട്. അത് ഓരോ പ്രായത്തിൽ നമുക്ക് കിട്ടിയതാ, ഓരോ വർഷങ്ങളിൽ കിട്ടിയതാ, ഓരോ സന്ദർഭങ്ങളിൽ കിട്ടിയതാ. അപ്പോൾ നമുക്കുള്ള പേടി എന്താ? പഠിച്ചോനാ നിയമത്ത് പോകുമെന്നാ. ഒരു വീട്ടിൽ താമസിച്ചു, സന്തോഷമാണ്. പക്ഷേ ആ വീട് കൈവിട്ട് പോകുമോ? വീട് വിൽക്കേണ്ട അവസ്ഥ വരുമോ? ഒരു വാഹനം വാങ്ങി, ആ വാഹനത്തിന് വല്ല അപകടവും സംഭവിക്കുമോ? ആരോഗ്യമുണ്ട്, നല്ല ബോഡി ഫിറ്റാണ്, ഇപ്പോൾ ആരോഗ്യമുണ്ട്. പക്ഷെ നാളെ ഒരു രോഗം നമ്മളെ തേടി വരുമോ? നമുക്ക് ബേജാറുണ്ട് അല്ലേ സഹോദരങ്ങളെ? എങ്കിൽ അള്ളാഹു തന്ന നിഅമത്ത് എപ്പോഴും നീങ്ങിപ്പോകാം. പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, റബ്ബേ നീ തന്ന നിഅമത്ത് നീങ്ങിപ്പോകല്ല പടച്ചോനെ. ആ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതാണ് ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും മുഖത്തൊരു പുഞ്ചിരി അതെപ്പോഴും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മൾ ആഗ്രഹിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാളെ നിഅമത്ത് നീങ്ങാൻ വേണ്ടി നമ്മൾ കൊതിക്കരുത്. അത് അസൂയാണ്, അത് വമ്പിച്ച തിന്മയാണ്. ഒരാൾക്കുള്ള നിഅമത്ത്, ആ നിഅമത്ത് അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ചിരിക്കുക. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ആശംസിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ഹക അല്ലാഹു സിന്നക. എത്ര പേർക്ക് അറിയാത്? ഒരാൾക്കൊരു സന്തോഷമുള്ളത് നമ്മൾ കണ്ടാൽ നമ്മൾ പറയേണ്ട ആശംസ വാക്ക് എന്താ അറിയോ? അദ്ഹക അല്ലാഹു സിന്നക എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിൻ്റെ അടുക്കലേക്ക് ഉമർ ഖത്താബ് കടന്നു വരികയാണ്. അപ്പം അവിടെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് നബിൻ്റെ മുന്നിൽ സംശയങ്ങൾ ചോദിക്കാനും പഠിക്കാനൊക്കെ. ഉമർ ഖത്താബ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ അങ്ങോട്ട് മാറി നിന്നു. അവരൊക്കെ ഒരു ബഹുമാനം കൊണ്ട് വല്ലാത്തൊരു ബഹുമാനം കാണിച്ചപ്പം റസൂലുള്ളാഹി ഉമർ ഖത്താബ് ഇങ്ങനെ വന്നപ്പോൾ റസൂൽ ഇങ്ങനെ ചിരിച്ചപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞ വാക്ക് അദ്ഹക അല്ലാഹു സിന്നക, റസൂലിന് വേണ്ടി ആശംസ പറഞ്ഞതാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞതാ, ഇവർ ഇങ്ങനെ നിന്നോടുള്ള ബഹുമാനവും ആദരവുമാണെന്ന് പറഞ്ഞപ്പം അല്ലാഹുവിൻ്റെ റസൂൽ അങ്ങ് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളെക്കാൾ ആദരിക്കപ്പെടേണ്ട വേറെ ആരെങ്കിലും ഉണ്ടോ റസൂലെ എന്ന് ഉമർ ഖത്താബ് പറയുന്ന വാക്കുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരോടും പറയും അദ്ഹക അല്ലാഹു സിന്നക, ഈ പുഞ്ചിരി അള്ളാഹ് നിലനിർത്തി തരട്ടെ, ഈ സന്തോഷം അള്ളാഹു നിലനിർത്തി തരട്ടെ. അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് പറഞ്ഞ ആശംസാ വാക്കുകൾ നമ്മൾ പറയണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. ലാ തഅുദു നിഅമത്തല്ലാഹി വലാ തഹ്സു ഇൻ തഅുദു, നിങ്ങൾ എണ്ണാണെങ്കിൽ അള്ളാഹ് തന്ന നിഅമത്ത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. എത്രയോ നിഅമത്താണ് നമ്മൾ കാണുന്നത്. ഓരോ നിഅമത്തുകൾ നമ്മൾ കാണുമ്പോൾ ആ നിഅമത്തുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യണം. ഇൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ അത് തൃപ്തിപ്പെടും. ലാ യർളാ ലി ഇബാദിഹിൽ കുഫർ, നന്ദികേട് അല്ലാഹു ഇഷ്ടപ്പെടൂല. ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിഅമത്ത് അല്ലാഹു വർദ്ധിപ്പിച്ച് തരും. അപ്പോൾ നന്ദി കാണിക്കൽ കൂട്ടുക. അപ്പോൾ ഓരോന്നും നമുക്ക് ആശങ്ക വേണ്ട, നീങ്ങിപ്പോകുമെന്ന് അല്ലാഹു വർദ്ധിപ്പിച്ച് തരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നിഅമത്ത് നീങ്ങിപ്പോകല്ല പടച്ചോനെ. ഇത്രയും ഈ പിന്നിട്ട വർഷങ്ങളിൽ തന്ന നിഅമത്ത് ഇനിയും നീ കൂടുതലായി കൊണ്ട പടച്ചോനെ എന്ന പ്രാർത്ഥനയാണത്. ഒന്നിനും ഒരു കുറവ് വരരുത് പടച്ചോനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. 2 വതഹവ്വുരി ആഫിയതിക, ഈ ആഫിയത്തിൻ്റെ മാറ്റം, എൻ്റെ ശാരീരിക സൗഖ്യത്തിൻ്റെ മാറ്റം പടച്ചോനെ അതുണ്ടാവരുത്. നിന്നോട് ഞാൻ കാവല ചോദിക്കാം. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ അത് സിഹത്തെന്ന് കരിക്കേണ്ട, ആരോഗ്യമല്ല. ആഫിയത്ത് എന്നതും സിഹത്തും ആഫിയത്തും രണ്ടാ. സിഹത്ത് എന്ന് പറഞ്ഞാൽ കേവല ആരോഗ്യം, നമുക്ക് രാവിലെ കുറേ ഓടാനും ചാടാനും ഒക്കെ ഉള്ള, ജോലിക്ക് പോകാനൊക്കെ ഉള്ള ശാരീരിക ആരോഗ്യമാണ് സിഹത്ത്. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അപ്പുറം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ആഫിയത്ത്. ആ ആഫിയത്ത് നീങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാം. പ്രകൃതിപരമായ മാറ്റങ്ങൾ ഉണ്ടാകും. വയസ്സാകുമ്പം മുടി നരക്കും, ശരീരം ചുളിയും, ആരോഗ്യം ക്ഷയിക്കും. പക്ഷെ ആഫിയത്ത് മരിക്കണത് വരെ ഉണ്ടാവും. എങ്ങനെ? സിഹത്ത് പ്രായത്തിനനുസരിച്ച്, രോഗാവസ്ഥക്കനുസരിച്ചൊക്കെ സിഹത്ത് ആരോഗ്യം കുറയും. പക്ഷെ ആഫിയത്ത് മരണം വരെ, അവസാന നിമിഷം വരെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉള്ള സിഹത്ത് ഉപയോഗിച്ച്, ഉള്ള ആരോഗ്യം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക. അതാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ. ഒരിക്കൽ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറയാം, അദ്ദേഹം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയാൻ റസൂലുള്ളാഹി പ്രാർത്ഥിക്കും എന്നും രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിക്കും. എന്താണ്? ആഫിയത്തിന് വേണ്ടി. കാരണം ആഫിയത്ത് എപ്പോഴും പോകാം. രാവിലത്തെ ആഫിയത്ത് ചിലപ്പോൾ വൈകുന്നേരം ഉണ്ടാവണമെന്നില്ല. കാരണം ആഫിയത്ത് പോകാൻ ശൈത്താൻ കൂടി ഇടപെടും. റസൂലുള്ളാഹി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ അറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ അസ്തിർ ഔറാതി വ ആമിൻ റൗആതി.
ഇത് പ്രാർത്ഥിക്കാത്ത രാവും പകലില്ലാന്നാ ഹദീസിന്റെ വാക്കെന്താ അറിയോ? ലം യദ ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യദ ഹൗലാഇൽ കലിമാത്ത് ഹൗലാഇ ദഅവാത്ത് ഹീന യുംസി വഹീന യുസ്ബിഹ്. രാവിലെയും വൈകുന്നേരം ഇത് പ്രാർത്ഥിക്കാത്ത ഒരു ദിനവും കടന്നു പോയിട്ടില്ല, ഒരു രാവും പകലും കടന്നു പോയിട്ടില്ല. അള്ളാഹുവെ, നിന്നോട് ഞാൻ ആഫുവും ആഫിയത്തും ചോദിക്കുന്നു. എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ സ്വത്തിലും പടച്ചവനെ ഒരുപാട് ന്യൂനതകളും കുറവുകളുമുള്ളവനാണ് ഞാൻ. അത് മറച്ചു വെക്കണം റബ്ബേ. അള്ളാഹു മസ്തുറ ഔറാത്തി വ ആമിൻ റൗഅത്തി. എനിക്കൊരുപാട് ആശങ്കകൾ, ഭയങ്ങളുണ്ട്, അതിലെനിക്ക് നിർഭയത്വം കൊണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരു രാവും പകലും കടന്നു പോയിട്ടില്ല. 2026 അങ്ങനെ ആകട്ടെ. ഓരോ രാവും ഓരോ പകലും ഇത്തരം പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുക. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ തആല, അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരീ എന്ന് പറഞ്ഞു. അള്ളാഹിനോട് ചോദിക്കാൻ പറ്റിയൊരു കാര്യം പഠിപ്പിച്ചു തരൂ. റസൂൽ പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, അള്ളാഹിനോട് ആഫിയത്ത് ചോദിച്ചോ എന്ന് പറഞ്ഞു. ഹദീസിന്റെ ബാക്കി എന്താ? ഫമക്കത്തു അയ്യാമൻ. അങ്ങനെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്ക് അല്ലിംനി ഷൈഅൻ അസ്അലുല്ലാഹ്, അള്ളാഹിന് ചോദിക്കാൻ പറ്റിയ കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞു. അപ്പോഴും റസൂൽ പറഞ്ഞു, സലുല്ലാഹൽ ആഫിയത ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിൽ ആഫിയത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഉള്ളത് നഷ്ടപ്പെടുന്നൊരു കാലം, ഉള്ളത് പലതും നഷ്ടപ്പെടും. പക്ഷേ ഈ നഷ്ടപ്പെടുന്നത് മൂല്യങ്ങളാണ്. പരലോകത്തേക്കുള്ളതൊക്കെ നഷ്ടപ്പെടുന്നത്. ദുനിയാവൊക്കെ വർദ്ധിച്ചു വരിക, ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്, ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്, രോഗങ്ങൾ കുറയുന്നില്ല, ആശയവിനിമയ സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ്, പക്ഷേ മനുഷ്യ ബന്ധങ്ങൾ കുറയാണ്, വിദ്യാഭ്യാസം വർദ്ധിക്കുകയാണ്, പക്ഷേ സംസ്കാരം കുറയാണ്, സൗഹൃദങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ, പക്ഷേ സാമൂഹിക ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്, യാത്രാ സൗകര്യങ്ങൾ കൂടി, പക്ഷേ ബ്ലോക്കിൽ വിട്ടിട്ട് ഗതാഗത കുരുക്കിൽപ്പെട്ട് എത്ര സമയമാണ് നഷ്ടപ്പെടുന്നത്. ഉച്ചഭാഷിണികൾ അങ്ങനെ കിടന്നിട്ട് അലക്കാണ് നമ്മൾ അല്ലേ, നാട്ടിൽ വിജയാഘോഷങ്ങൾ, ദൂരെയുള്ള ആളുകളെ കേൾപ്പിക്കുന്ന വലിയ ഉച്ചഭാഷിണികളുണ്ട്, പക്ഷേ തൊട്ടടുത്തുള്ളവൻ്റെ വേദന കേൾക്കാനുള്ള ശക്തി നമുക്കില്ലാതെ പോയി. തൊട്ടടുത്തുള്ളവൻ്റെ വേദനയെ കേൾക്കാൻ, പ്രയാസത്തെ കേൾക്കാൻ നമുക്ക് കഴിയാതെ പോയി. ഇപ്പം എന്താ അവസ്ഥ അറിയോ? ഇപ്പോൾ ഉള്ളത് ഡിജിറ്റൽ അഡിക്ഷനാണ്. ആ ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. സാധാരണ ദിവസങ്ങളിൽ ഒരു സാധാരണക്കാരൻ 200 തവണ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടുന്ന ഓരോ 6.5 മിനിറ്റിലും. ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ഓൺലൈനിലാണ്. 4 ആളെടുത്താൽ അതിൽ ഒരാൾ, 4 ആളെടുത്താൽ അതിൽ ഒരാളെ കണക്കാ പറഞ്ഞത്. ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം. 70% യുവാക്കളും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, മെസ്സേജ് അയക്കാനാണ് ഇഷ്ടം. കണക്ക് മെസ്സേജുകൾ അയക്കാൻ, സംസാരം ഇഷ്ടമല്ല 70% യുവാക്കൾക്കും. കൗമാരക്കാർ ഒരു മാസത്തിൽ 3400 മെസ്സേജ് ചുരുങ്ങിയത് കൗമാരക്കാർ അയക്കേണ്ടതാണ്. ഒരു ദിവസം 5 മണിക്കൂർ വരെ സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നുണ്ടെന്നുള്ള പുതിയ കണക്കുകൾ. നമ്മൾ ഫോൺ ഉപയോഗിക്കല്ല, നമ്മളെ ഫോൺ ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരികൾ നല്ലോണം ശ്രദ്ധിക്കണം. അത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. സമയം ഇനി എത്ര ബാക്കിയുണ്ട് എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് ആഫിയത്ത് ഉണ്ടാവണം. അപ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ആഫിയത്ത് മാറ്റം വരിക, മറ്റൊന്ന് നിയമത്ത് നീങ്ങിപ്പോവുക. ഇനി മറ്റ് 2 കാര്യങ്ങൾ വലിയ അപകടങ്ങളാണ്. ഫുജാഅത്ത് നിക്കുമത്തിക്ക, പെട്ടെന്നുണ്ടാകുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുന്ന വലിയ അപകടങ്ങൾ, ദുരന്തങ്ങൾ, റബ്ബിൻ്റെ ശിക്ഷകളൊക്കെയാണ്. ചിലപ്പോൾ സഹിക്കാൻ കഴിയില്ല. എയർപോർട്ടിൽ വിമാനം ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയതാ രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ. രാത്രിയിൽ വിമാനം ഇറങ്ങണ രംഗം കാണാൻ വേണ്ടി പോയതാ. വലിയ ഗർത്തത്തിലേക്ക് വീണിട്ട് പിറ്റേന്ന് പകലാണ് പോലീസ് അറിഞ്ഞു വരുന്നത്. അപ്പോഴേക്ക് വീണ് കഴുത്തിലൂടെ ഒരു കമ്പ് കുത്തിക്കയറി രക്തം വാർന്ന് മരിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ. റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഏത് സമയത്തും ഏത് രൂപത്തിലുമുള്ള നിക്കുമത്തുകൾ വരാം. റബ്ബേ വഫുജാഅത്തി നിക്കുമത്തിക്ക, പെട്ടെന്നുണ്ടാകുന്ന നിക്കുമത്തുകളിൽ നിന്ന് റബ്ബെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. കാരണം അങ്ങനെയുള്ള ജീവിതമാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതല്ലല്ലോ. ഓരോ കൊല്ലം കഴിയുമ്പോൾ അള്ളാഹ്ക്ക് വെറുപ്പുള്ളതാണ് വർദ്ധിച്ചു വരുന്നത്, ഇഷ്ടമുള്ളതാണ് കുറഞ്ഞു വരുന്നത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഉറങ്ങിത്തീർക്കുകയും ആ രാത്രിയിൽ ഉറങ്ങിത്തീർക്കുകയും ന്യൂ ഇയറിൻ്റെ രാത്രി സുബഹി വരെ ഉറക്കമുണർന്നിരിക്കുകയും ചെയ്യുന്നൊരു സമൂഹം നമ്മളെ മുന്നിലുള്ളത്. കണക്കുകൾ അതാണ്. ഇനി കുടിച്ചതിൻ്റെ കണക്ക്, മദ്യപിച്ചതിൻ്റെ കണക്കൊക്കെ വരികയാണ്. ഏറ്റവും കൂടുതൽ കേരളത്തിൽ എവിടെയെന്ന് ചോദിച്ചാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്കാ കഴിഞ്ഞ വർഷത്തെ പോലെ കണക്ക് ഇനിയും വരാനുള്ളത്. 4-മത്തെ കാര്യം, ജമിയ സഹത്തിക്ക, റബ്ബേ നിന്റെ മുഴുവൻ കോപങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. അള്ളാഹിൻ്റെ റിള, അള്ളാഹിൻ്റെ സുഹത്ത്, അള്ളാഹിൻ്റെ സഹത്ത് അതില്ലാതിരിക്കണമെങ്കിൽ റിള വേണം. ആയിഷ റളിയല്ലാഹു തആല അൻഹ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തപ്പുകയാണ്. അങ്ങനെ തടവി നോക്കുക, റസൂലുള്ളാഹിനെ കാണുന്നില്ല. അപ്പോൾ നോക്കിയപ്പം റസൂൽ സുജൂദിലാണ്.
റസൂലിന്റെ കാൽപാദത്തിന്റെ അടിയിലാണ് ഐഷബിന്റെ കൈ തട്ടിയത്. അപ്പോൾ റസൂൽ സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വബിമുആഫതിക മിൻ ഉഖൂബതിക വബിൻക മിൻക ലാ ഉസ്സി സലാൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സഖതിക, പടച്ചോനെ നിന്റെ റിള മുഖേന, നിന്റെ തൃപ്തി മുഖേന നിന്റെ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഉഖൂബത്തിക്ക, നിന്റെ മാപ്പ് മുഖേന നിന്റെ ശിക്ഷയിൽ നിന്ന്, വബിൻക മിൻക, നിന്നിൽ നിന്നുള്ള മുഴുവൻ ശിക്ഷകളിൽ നിന്നും പടച്ചോനെ, പരീക്ഷണങ്ങളിൽ നിന്നും നിന്നിൽ ഞാൻ അഭയം തേടുന്നു. ലാ ഉസ്സി സനാഅൻ അലൈക, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ നിന്നെക്കുറിച്ച് പ്രശംസിച്ച് എന്തൊക്കെ പറഞ്ഞോ അത് തന്നെയാണ് റബ്ബേ നീ. ഇപ്പം 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കുക. ഒന്ന്, അള്ളാഹുവിൻ്റെ സഹത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക. അള്ളാഹുവിൻ്റെ നിഖ്മത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക. ആഫിയത്തും നിഅമത്തും നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, മാറ്റം വരുന്നതിൽ നിന്ന് റബ്ബിനോട് കാവലിനെ ചോദിക്കുക.